പ്രിയ കുട്ടികളെ നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ പെയേഴ്സ് ഓഫ് ഈക്വേഷൻസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്തുന്നത്. നമുക്ക് നോക്കാം. 6th question. A fraction simplified after adding 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. What is the fraction? ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് p/q ഫോമിലുള്ളതാണ്. അതിലെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ അതിൻ്റെ ആൻസർ 1/3 എന്നും കിട്ടി. ആ ന്യൂമറേറ്ററിന് പകരം ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/4 കിട്ടിയെന്നാണ് പറയുന്നത്. എങ്കിൽ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4. ഏതാണ് ഭിന്നസംഖ്യ? അപ്പം നമുക്ക് നോക്കാം. ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത് p/q ഫോമിലുള്ളതാണ് ഒരു ഭിന്നസംഖ്യ. p എന്ന് പറയുന്നതാണ് അംശം, അതായത് ന്യൂമറേറ്റർ. q എന്നത് ഛേദം, അതായത് ഡിനോമിനേറ്റർ. അപ്പോൾ ഈ അംശവും ഛേദവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭിന്നസംഖ്യയായി. അപ്പോൾ അത് രണ്ടും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വേരിയബിൾ എടുക്കുകയാണ്, ചരം എടുക്കുകയാണ്. അപ്പോൾ x/y ഇതാണ് നമ്മുടെ ഭിന്നസംഖ്യ, അംശവും ഛേദവും അറിയാത്ത ഭിന്നസംഖ്യ. അംശം നമ്മൾ x ആയിട്ടെടുത്തു, ഛേദം y ആയിട്ടെടുത്തു. അതായത് ന്യൂമറേറ്റർ എക്സും ഡിനോമിനേറ്റർ വൈയും. ഇനി ഇത് നമുക്ക് ഇത് x/y ഭിന്നസംഖ്യ എന്ന് കരുതുക, ഭിന്നസംഖ്യയെന്ന് കരുതുകയാണ്. ഇനി നമ്മൾക്ക് ചോദ്യത്തിനനുസരിച്ച് അതിൽ പറഞ്ഞ ബന്ധത്തിനനുസരിച്ച് നമുക്ക് സമവാക്യം രൂപീകരിക്കാം. അപ്പോൾ x/y ഈ അംശത്തിൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ ഛേദത്തിന് വ്യത്യാസമില്ല, അംശം x ആണ്, അതിൻ്റെ കൂടെ 1 കൂട്ടി, എന്നിട്ട് ലഘൂകരിച്ചപ്പോൾ ഉത്തരം 1/3 കിട്ടി. ഇതാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു സമവാക്യം രൂപീകരിച്ചു. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എക്സിന് മാറ്റില്ല, ആദ്യത്തേൽ വൈക്ക് മാറ്റില്ലായിരുന്നു, വൈ അതുപോലെ തന്നെ. പക്ഷേ രണ്ടാമത്തേൽ എക്സിന് മാറ്റില്ല, പകരം വൈയുടെ കൂടെ 1 കൂട്ടി, എന്നിട്ട് ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. ഇങ്ങനെ 2 ബന്ധമാണ് തന്നിട്ടുള്ളത്. ഈ 2 റിലേഷൻ ഇതുപയോഗിച്ച് ആ ഭിന്നസംഖ്യ ഏതാണ്, ഫ്രാക്ഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സമവാക്യം നോക്കാം, ഒന്നാമത്തെ ഈക്വേഷൻ നോക്കാം. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഫ്രാക്ഷൻ രൂപത്തിലാണ്, ഭിന്ന രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സും വൈയും കണ്ടെത്തുന്നതിന് ഈ ഭിന്നരൂപം നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. ഇവിടെ ഈ സമത്തിൻ്റെ ഇടതുവശത്തും ഒരു ഭിന്നസംഖ്യയാണ്, വലതുവശത്തും ഭിന്നസംഖ്യയാണ്. ഇപ്പോൾ ഒരു ഭിന്നസംഖ്യ 1/2 ഒരു ഭിന്നസംഖ്യയാണ്. 1/2 എന്ന് പറഞ്ഞാൽ പകുതി. ആകെ 2 പേരിൽ ഒരാളെ വന്നിട്ടുള്ളൂ. ഇനി അംശത്തിനെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 5, ഈ ഛേദത്തിനും അതേ സംഖ്യ കൊണ്ട് 5 കൊണ്ട് തന്നെ ഗുണിച്ചു, അപ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇത് നോക്ക്, 5/10 എന്ന് പറയുന്നത് ആകെയുള്ള 10 പേരിൽ 5, 10 പേരിൽ 5 എന്ന് പറഞ്ഞാൽ പകുതി. 5/10, 5 10 2 പ്രാവശ്യം, 1/2, അപ്പോൾ പകുതി അര എന്ന ആശയം തന്നെയാണ്. അപ്പോൾ ഈ അര എന്ന് പറയുന്നതും 5/10 എന്ന് പറയുന്നത് ഒരേ ആശയമാണ്. അപ്പോൾ നമുക്കിതിനെ സമം എന്ന് പറയാം. ഇതിങ്ങനെ സമമാവാൻ കാരണം ഈ അംശത്തിനെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു, അതേ 5 കൊണ്ട് തന്നെയാണ് ഛേദത്തിനും ഗുണിച്ചത്. അപ്പോൾ ഇതിന് സമാന ഭിന്നാണത്. ഇങ്ങനെ 1/2 സമം 5/10 ഇത് 2 സമമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അംശവും ഈ ഛേദവും ഈ അംശവും ഇവയുടെ ഗുണനഫലം പ്രോഡക്റ്റ് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ അംശം 1 × 10 സമം ഈ ഛേദം 2 × 5, 1 × 10 എന്ന് പറഞ്ഞാൽ 10, 5 10. അപ്പോൾ ഇങ്ങനെ 2 ഭിന്നരൂപങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് ഈ അംശവും ഈ ഛേദവും ഈ അംശം ഈ ഛേദത്തിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെയും അതേപോലെ 2 ഭിന്നരൂപങ്ങൾ തുല്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ x+1/y സമം 1/3 എന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവ തമ്മിൽ നമുക്കൊന്ന് ഗുണിക്കാം. അപ്പോൾ ഇവിടെ y × 1
y ഇൻറ്റു 1 ഇവയുടെ ഗുണനഫലവും സമം 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു 3 ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഈ ഒന്നിനെ മാത്രമേ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു എന്ന അർത്ഥം വരുള്ളൂ. ഇതിന് മൊത്തമാണ് ഗുണിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വേണം? ബ്രാക്കറ്റ് വേണം. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇതും 3 ഇൻറ്റു എക്സ് പ്ലസ് 1 സമം വൈ ഇൻറ്റു 1 എന്നും എഴുതാം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും കുഴപ്പമില്ല. രണ്ടും തുല്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വൈ സമം 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മളൊരു പുതിയൊരു സമവാക്യം ഇത് ലഘൂകരിച്ചൊരു പുതിയൊരു സമവാക്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന് സമാനമായിട്ടുള്ളൊരു സമവാക്യമാണ്. അതിനെ നമുക്ക് വേറൊരു രൂപത്തിലായതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സമവാക്യം എന്ന് പറയാൻ എളുപ്പത്തിന്. അപ്പോൾ ഈ സമവാക്യം ലഘൂകരിച്ച് നമ്മൾ ഈ സമവാക്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇതും ചെയ്യാം. എക്സ് ബൈ വൈ പ്ലസ് 1 സമം 1/4. ഇവിടെയും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവ തമ്മിലും ഇവിടെ 4 ഇൻറ്റു എക്സ് സമം വൈ പ്ലസ് 1 ഇൻറ്റു 1 പ്രത്യേകിച്ച് എഴുതണമെന്നില്ല. അപ്പോൾ 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 4x വൈ പ്ലസ് 1 കൊണ്ട് ഗുണിച്ചാൽ വൈ പ്ലസ് 1 തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു സമവാക്യം, നാലാമത്തെ സമവാക്യം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയത് ഈ സമവാക്യവുമാണ്. ഇതിൽ നിന്ന് ഇത് ക്രിയ ചെയ്ത് വേണം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടെത്താൻ. അപ്പോൾ ഇവിടെയും y സമം 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇവിടെ ബ്രാക്കറ്റ് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എക്സും വൈ ഉള്ളൊരു സമവാക്യം കിട്ടും. ഇവിടെയും എക്സ് വൈ ഉള്ളൊരു സമവാക്യം കിട്ടും. അങ്ങനെ രണ്ട് സമവാക്യത്തിൽ നിന്ന് പിന്നെ ഏതെങ്കിലും ഒരു ചരത്തിനെ ഒഴിവാക്കിയിട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിലും എളുപ്പത്തിൽ വേറൊരു മാർഗം, ഇവിടെ y സമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ഈ വൈയുടെ ഈ വില നമുക്ക് ഈ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആരോപിക്കാം. അതായത് ഈ നാലാമത്തേൽ 4x സമം, അതായത് വൈയുടെ വില നമ്മളിതിൽ ആരോപിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? 4x സമം ഈ വൈയുടെ സ്ഥാനത്ത് y സമം 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നാണല്ലോ. അപ്പോൾ വൈക്ക് പകരം നമുക്ക് ഇതെഴുതാം. അതായത് 3 ഇൻറ്റു എക്സ് പ്ലസ് 1. എന്താണ് അങ്ങനെ എഴുതിയാലുള്ള ഗുണം? ഇവിടെ y എന്ന ചരം പോയി, പകരം അത് x എന്ന ടേമായി മാറി. അപ്പോൾ 4x സമം 3 ഇൻറ്റു എക്സ് പ്ലസ് 1, പിന്നെ ഈ ഒരു പ്ലസ് 1 ഉണ്ട്, അതങ്ങനെ തന്നെ എഴുതുക. ഇപ്പോൾ ഇതിൽ y ഇല്ല, എക്സ് മാത്രമാണ്, ഒരു ചരം മാത്രമായി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈക്ക് പകരം ആ എക്സിൻ്റെ പദം നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 4x സമം 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 1 3, പിന്നെ ഒരു പ്ലസ് 1. അപ്പോൾ 4x ഈ 3xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 3x സമം 3 1 4. 4xൽ നിന്ന് 3x മൈനസ് ചെയ്താൽ x സമം 4. അപ്പോൾ നമുക്ക് x എന്ന ചരത്തിൻ്റെ വില 4 എന്ന് കിട്ടി. എക്സിൻ്റെ വില ഇതിൽ കൊടുക്കാം. അതായത് ഈ എക്സിൻ്റെ വില ഇവിടെ കൊടുത്ത എന്തെന്നാ? 4 ഇൻറ്റു എക്സ് എന്ന് കാണുന്നിടത്ത് ആ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 സമം വൈ പ്ലസ് 1. 4 ഇൻറ്റു 4 16 സമം വൈ പ്ലസ് 1. അപ്പോൾ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 16 മൈനസ് 1 സമം വൈ, 15 സമം വൈ. അപ്പോൾ വൈയുടെ വില 15 എന്നും കിട്ടി. അപ്പോൾ എക്സും കിട്ടി, നമുക്ക് വൈയും കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഭിന്നസംഖ്യ എഴുതാം. ഭിന്നസംഖ്യ എന്താവും? എക്സ് ബൈ വൈ സമം 4/15. ഫ്രാക്ഷൻ 4/15. നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rates 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? ഒരു 1 lakh rupees ഒരു പേഴ്സൺ 2 സ്കീമുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഒന്നിൽ 7%, മറ്റേതിൽ 6%മാണ് ഇൻട്രസ്റ്റ്. 1 ഇയർ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് 2 സ്കീമുകളിൽ നിന്നും കൂടി 6,750 rupees കിട്ടി. എങ്കിൽ ഓരോ സ്കീമിലും അദ്ദേഹം എത്ര വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തത്?
ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7%-ഉം 6%-ഉമാണ് പലിശ നിരക്ക്. 1 വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? അപ്പോൾ ഒരാൾ ആകെ നിക്ഷേപിച്ച തുക, അദ്ദേഹത്തിൻ്റെ ആകെ നിക്ഷേപിച്ച തുക 1,00,000 രൂപ. അതിൽ നിന്ന് 2 സ്കീമുകളിലായിട്ടാണ് 7%, 6%. അപ്പോൾ അതിൽ എത്ര വീതമാണ് നിക്ഷേപിച്ചതെന്ന് നമുക്കറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോന്നും നിക്ഷേപിച്ചത് നമ്മൾ ചരം ഉപയോഗിക്കണം. അപ്പോൾ 7% നിരക്കിൽ നിക്ഷേപിച്ച തുക നമുക്ക് എക്സ് എന്നെടുക്കാം. ഒന്ന് 7% നിരക്കിൽ, പിന്നെ 6% നിരക്കിൽ. 6% നിരക്കിൽ നിക്ഷേപിച്ച തുക വൈ എന്നെടുക്കണോ? രണ്ടും അറിയില്ല. അപ്പോൾ ഒന്ന് എക്സ് ഒന്ന് വൈ അങ്ങനെ എടുക്കണോ? വേണ്ട. കാരണം ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. അങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റിയാൽ ഒരു ചരത്തുമ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ പിന്നെ എക്സും വൈയും കൂടെ കണ്ടെത്തേണ്ടി വരും. ഇവിടെ 1,00,000 രൂപ ആകെ 7% നിരക്കിൽ നിക്ഷേപിച്ചതിൻ്റെ ബാക്കിയാണ് ഇതിൽ. അപ്പോൾ ഇതിന് 20,000 രൂപയാണ് ഇതിൽ നിക്ഷേപിച്ചതെങ്കിൽ ബാക്കി 80,000 രൂപയാണ് ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് കിട്ടുക? 1,00,000-ൽ നിന്ന് ആ 20,000 കുറച്ചാൽ മതി. അപ്പോൾ അതേപോലെ ഈ 1,00,000-ൽ നിന്ന്, അപ്പോൾ 1,00,000-ൽ നിന്ന് എക്സ് കുറയ്ക്കുന്നതാണ് രണ്ടാമത്തെ നിരക്കിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ തുക ഇതും, പിന്നത്തെ 1,00,000-ൽ നിന്ന് ആ എമൗണ്ട്, ആ തുക കുറച്ചതും. ഇനി ഈ രണ്ടിലും നിക്ഷേപിച്ചതിൻ്റെ പലിശ 1 വർഷം കഴിഞ്ഞപ്പോൾ 6,750 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പലിശ കാണണം. അപ്പോൾ 7% നിരക്കിൽ നിക്ഷേപിച്ച തുക എക്സ് ആണ്. എങ്ങനെയാണ് പലിശ കാണുക? I = PNR. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയർ, ആർ റേറ്റ്. അതായത് പലിശ കാണാൻ മുതൽ ഇൻറ്റു കാലം, എത്ര വർഷം. ഇപ്പോൾ ഒരു 4 വർഷത്തേക്കാണെങ്കിൽ ഇൻറ്റു 4, ഇനി അതിൻ്റെ നിരക്കും. ഇവിടെ വർഷം 1 ആയതുകൊണ്ട്, 1 വർഷത്തേക്ക് ആയതുകൊണ്ട് ഈ നമ്പർ ഓഫ് ഇയർ, ഈ കൊല്ലം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ആ ഇൻറ്റു 1. അപ്പോൾ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, P/R ആയാലും മതി. അപ്പം നമുക്ക് 7% നിരക്കിൽ നിക്ഷേപിച്ച ആ തുകയ്ക്ക് എത്ര പലിശ കിട്ടിയെന്ന് നോക്കാം. എത്രയാണ് കിട്ടുക? എമൗണ്ട്, തുക എക്സ് ആണ്. അതിൻ്റെ 7%, എക്സ് ഇൻറ്റു 7/100. ഇതാണ് ഇതിൻ്റെ പലിശ. ഇനി രണ്ടാമത്തെയോ, 1,00,000-ൽ നിന്ന് ആ എക്സ് കുറച്ചത് 2 മൈനസ് എക്സ്, ഇതാണ് രണ്ടാമത്തെ എമൗണ്ട്. അതിൻ്റെ 6% നിരക്ക് ഇൻറ്റു 6. ഇൻറ്റു എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടെ വെറുതെ ഒരു ഇൻറ്റു ഇട്ടുണ്ടെങ്കിൽ അത് ഈ എക്സിനെ മാത്രമേ ബാധിക്കുള്ളൂ, ഈ എമൗണ്ടിനെ ബാധിക്കില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ബ്രാക്കറ്റ് ഇടണം. 1,00,000 മൈനസ് എക്സ് ഇൻറ്റു 6/100. അപ്പോൾ ഇത് 7% നിരക്കിൽ, ഇത് 6% നിരക്കിൽ. ഇതിൻ്റെ രണ്ടും കൂടെ കൂട്ടിയതാണ് 6,750 രൂപ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 7% നിരക്കിൽ എക്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിൻ്റെ പലിശയാണ് ആ എമൗണ്ടിൻ്റെ 7%. പിന്നത്തെ 1,00,000-ൽ നിന്ന് ആ എക്സ് കുറച്ചതാണ് രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ചത്, പദ്ധതിയിൽ. അപ്പോൾ അതിൻ്റെ 6%, അതാണ് 1 വർഷത്തേക്കുള്ള പലിശ. ഈ 2 പലിശയും കൂടെ കൂട്ടുമ്പോഴാണ് 6,750 കിട്ടുന്നത്. ഇനി ഇതിൽ നമുക്ക് ഈ ഛേദത്തിലെ 100 കളയാൻ വേണ്ടിയിട്ട് ഇതൊരു പദം, ഇതൊരു പദം, ഇതിനെ ഓരോന്നിനെയും, ഓരോ പദത്തിനെയും വേണമെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ, എല്ലാ പദങ്ങളെയും 100 കൊണ്ട് ഗുണിച്ചാൽ ഒറ്റയടിക്ക് ആ 100 പൊക്കോളും. അതായത് എക്സ് ഇൻറ്റു 7/100-നെ ഇതിനും 100 കൊണ്ട് ഗുണിക്കുക, ഇൻറ്റു 100. നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് എല്ലാത്തിനെയും, എല്ലാ പദങ്ങളെയും നമുക്ക് ഗുണിച്ചാൽ സമാന സമവാക്യം തന്നെയാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ചെയ്യണമെന്ന് മാത്രം. അതായത് ഒരു പേനയുടെ വില 5 രൂപ എങ്കിൽ 10 പേനയുടെ വില, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പേനയുടെ വില 5 ആണെങ്കിൽ 10 പേനയുടെ വില കാണണമെങ്കിൽ 10 × x. അപ്പോൾ 10 പേനയുടെ വില 5 രൂപയാണോ? അല്ല. അപ്പോൾ നമ്മൾ ഈ 5-നെയും 10 കൊണ്ട് ഗുണിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ പേനയുടെ വില 10 മടങ്ങായപ്പോൾ
ആ വിലയും 10 മടങ്ങായി. എല്ലാത്തിനും ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 100 കൊണ്ട് ഗുണിച്ചു, ഇതും 100 കൊണ്ട് ഗുണിച്ചു 100. ഇവിടെ ഗുണിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ 100 ഈ ഛേദത ഒഴിവാക്കാനാണ്. ഇതും ഒഴിവായി. പകരം ഇവിടെ നമുക്ക് ഛേദമൊന്നും ഇല്ലാത്തത് കൊണ്ട് പകരം 100 കൊണ്ട് ഇതിനെയും ഗുണിക്കണം. അപ്പോൾ ഇവിടെ x × 7 7x പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് മാറ്റാം 6 ലക്ഷം 2 3 4 5 മൈനസ് x × 6 6x സമം 6750 ആയിരുന്നു. അതിൻ്റെ കൂടെ 2 പൂജ്യം കൂടെ കൂടി. ഇനി 7x മൈനസ് 6x ചരങ്ങൾ നമുക്ക് ഒരുമിച്ച് 7x മൈനസ് 6x സമം മൈനസ് 6 ലക്ഷം. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 7x മൈനസ് 6x എക്സ് ഇതിൽ നിന്നത് മൈനസ് ചെയ്താൽ 75,000. അപ്പോൾ 6,75,000 നിന്ന് 6 ലക്ഷം മൈനസ് ചെയ്തപ്പോൾ 75,000. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 75,000. അതായത് 7% നിരക്കിൽ നിക്ഷേപിച്ചത് 75,000 ആണ്. അപ്പോൾ 6% നിരക്കിൽ നിക്ഷേപിച്ചത് എന്താവും? അപ്പോൾ 7% നിരക്കിൽ നിക്ഷേപിച്ച തുക 75,000 രൂപ. അപ്പോൾ 6% നിരക്കിൽ നിക്ഷേപിച്ച തുക എന്തായിരിക്കും? 1 ലക്ഷത്തിൽ നിന്ന് മൈനസ് 75,000 സമം 25,000. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the speed at time t second is u plus at. The speed at 1 second is 5 meter per second and at 5 seconds 13 meter per second. What is the rate at which the speed is increasing? What was the starting speed? അപ്പോൾ ഇത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്പീഡ് u plus at, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് ഈ യു എ ഇതാണ് നമുക്കറിയാത്തത്. ഈ 2 വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ കാണുന്നതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇതുവരെ നമ്മൾ എക്സ് വൈ ഒക്കെ ഉള്ള വേരിയബിൾ ചരങ്ങൾ ഉപയോഗിച്ചു. അതിന് പകരം ഇവിടെ ഒരു വേറെ യുവും എയും ആയിരുന്നു മാത്രം. പക്ഷേ ആ ഫിസിക്സിൻ്റെ ആ കാര്യം നിങ്ങളത് പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് നന്നായിട്ട് അറിയാം. ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂട്ടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു. അപ്പോൾ ഒരു വസ്തു ഒരു നേർവരയിലൂടെ സഞ്ചരിക്കുകയാണ്. അതിന് ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലെ വേഗമായിരുന്നു യു മീറ്റർ. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്. ആ ഒരു സെക്കൻഡിൽ ഓരോ സെക്കൻഡിലും എ മീറ്റർ വെച്ചിട്ടാണ് അതിൻ്റെ സ്പീഡ് കൂടി വരുന്നത്. അങ്ങനെ കൂടി വന്നിട്ട് ആ ടി സെക്കൻഡിൽ അതിൻ്റെ വേഗം എത്രയാണ് എന്ന് നമുക്കൊരു ഫോർമുലയിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ഫിസിക്സിലുള്ളതാണ്. ആ ടി സെക്കൻഡിൽ യു പ്ലസ് എ ടി. അപ്പോൾ ഓരോ സെക്കൻഡിലും അതിൻ്റെ വേഗം കാണാനുള്ള ഫോർമുലയാണ് യു പ്ലസ് എ ടി. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വില കൊടുത്ത് യുവും എയും കാണുകയേ വേണ്ടൂ. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും 5ാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? അപ്പോൾ നമുക്കിവിടെ ടി സെക്കൻഡിൽ നമുക്ക് തന്നിട്ടുള്ളത് ആ ഒരു വസ്തു നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ടി സെക്കൻഡിലെ വേഗമാണ് നമുക്ക് യു പ്ലസ് എ ടി എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ടി സെക്കൻഡിൽ യു പ്ലസ് എ ടി ആണ് അതിൻ്റെ വേഗമെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ടി സെക്കൻഡ് ഒന്നാമത്തെ സെക്കൻഡിൽ ഈ ടി സമയം 1 ആവുമ്പോൾ അതിൻ്റെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അതിൻ്റെ വേഗം എന്ന് പറഞ്ഞാൽ ഈ യു പ്ലസ് എ ടി ആണ്. ഇതാണ് നമുക്ക് 5 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. പക്ഷേ ടി 1 ആയിരിക്കുമ്പോൾ എങ്ങനെ ടി 1 എന്ന് പറയുമ്പോൾ എഴുതുക? യു പ്ലസ് എ
യുവും എയും നമുക്കറിയില്ല, പക്ഷെ ടി മാത്രം തന്നിട്ടുണ്ട്. ആ ടി സെക്കൻഡ് 1 സെക്കൻഡ് ആവുമ്പോൾ അപ്പോൾ ടിയുടെ സ്ഥാനത്ത് നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വേഗം. ആ വേഗം 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഈക്വേഷൻ ഇങ്ങനെ എഴുതാം: യു പ്ലസ് എ ഇൻറ്റു 1 സമം 5, അല്ലെങ്കിൽ യു പ്ലസ് എ സമം 5. ഇതാണ് ഒരു സമവാക്യം. ഇനി പിന്നെ തന്നിരിക്കുന്നത് ആ 5ാമത്തെ സെക്കൻഡിൽ, അതായത് ടി 5 ആവുമ്പോൾ അതിൻ്റെ വേഗം. അപ്പോൾ അതിന് 5 ആവുമ്പോൾ എന്താണ് അതിൻ്റെ വേഗം? യു പ്ലസ് എ. ഇത് നമുക്കറിയാത്തതാണ്, പക്ഷേ സെക്കൻഡ് മാത്രം ടിക്ക് പകരം ഇവിടെ നമുക്ക് 5 കൊടുക്കാം. അപ്പോൾ എത്രയാവും എന്ന് പറഞ്ഞു? 13. അതായത് യു പ്ലസ് 5a സമം 13. ഇതാണ് രണ്ടാമത്തെ. അപ്പോൾ ഇത് ഒന്നാമത്തെ സമവാക്യം, ഈക്വേഷൻ. ഇത് രണ്ടാമത്തെ. ഇതിൽ നമുക്കറിയാത്ത യുവും എയും ആ ചരങ്ങൾ ഈ 2 സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചരം ഒഴിവാക്കണം. ഒഴിവാക്കുമ്പോൾ ഇവിടെ യു, ഇവിടെയും യു ആണ്. അപ്പോൾ യു ഇതിലേതെങ്കിലും ഒന്ന് തമ്മിൽ മൈനസ് ചെയ്താൽ ഈ യു എന്ന ചരം ഒഴിവാകും. അപ്പോൾ ഇതാണ് പൊതുവെ പദങ്ങളെല്ലാം, സംഖ്യകളൊക്കെ വലുത്. അപ്പോൾ ഇത് നമുക്ക് മുകളിൽ എഴുതാം: യു പ്ലസ് 5a സമം 13. ഈ രണ്ടാമത്തെ സമവാക്യം. ഇനി അതിൻ്റെ താഴെ ഇതെഴുതാം: യു പ്ലസ് എ സമം 5. അപ്പോൾ ഇത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ ആ നെഗറ്റീവ് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആദ്യം എഴുതിയത്. അതായത് ഇത് 1. രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മൈനസ് ചെയ്യുമ്പോൾ യുവിൽ നിന്ന് യു മൈനസ് ചെയ്താൽ 0ആണ്. 5aയിൽ നിന്ന് എ, സജാതീയ പദങ്ങൾ തമ്മിൽ ക്രിയ ചെയ്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 5aയിൽ നിന്ന് എ കുറയ്ക്കുമ്പോൾ 4a, 13ൽ നിന്ന് 5 പോയാൽ 8. അപ്പോൾ 4a സമം 8, a സമം 8/4 സമം 2. അപ്പോൾ അതിലത്തെ ഒരു ചരം നമുക്ക് കിട്ടി, a സമം 2 എന്ന് കിട്ടി. ഇനി അത് ഈ സമവാക്യത്തിൽ കൊടുത്താൽ യു പ്ലസ് എ സമം 5, ഈ സമവാക്യത്തിൽ കൊടുത്താൽ യു പ്ലസ് എ 2 സമം 5. അപ്പോൾ യു സമം 5, ഈ 2നും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -2 സമം 3. അപ്പോൾ നമുക്ക് ഈ 2 ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗമാണ് 3. യാത്രയുടെ തുടക്കത്തിലെ വേഗം തുടക്കത്തിലെ വേഗം 3. ഇത് ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക്. വേഗം കൂടുന്നതിൻ്റെ നിരക്ക്. What is the rate at which speed is increasing? What was the starting speed? യാത്രയുടെ തുടക്കം, സ്റ്റാർട്ടിംഗ് സ്പീഡ്. Rate at which speed is increasing? കുട്ടികളെ, ക്വിസ് നമ്പർ 1ൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. 1847 1931 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമേരിക്കക്കാരനായ തോമസ് ആൽവ എഡിസൺ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒത്തിരി കണ്ടുപിടുത്തങ്ങളുടെ ഇൻവെൻറ്ററാണ്. 1093 കണ്ടുപിടുത്തങ്ങളുടെ പാറ്റൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുണ്ട്. ഒരിക്കൽ എഡിസൺ തൻ്റെ വളരെ നാളത്തെ പരിശ്രമം കൊണ്ട് താൻ കണ്ടെത്തിയ ബൾബുമായി പരീക്ഷണശാലയ്ക്ക് പുറത്തേക്ക് വന്നു. തൻ്റെ അറിയിപ്പ് പ്രകാരം അവിടെ കാത്തുനിന്ന പത്രക്കാരുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും മുന്നിൽ തൻ്റെ കണ്ടുപിടുത്തമായ ആ ബൾബ് പ്രവർത്തിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിനായി അദ്ദേഹം അത് തൻ്റെ സഹായിയുടെ കയ്യിലേക്ക് നൽകി. നിർഭാഗ്യവശാൽ അയാളുടെ കയ്യിൽ നിന്നും ആ ബൾബ് നിലത്ത് വീണ് പൊട്ടിച്ചിതറി. എല്ലാവരും സ്തംഭിച്ചു പോയി.
നിരാശ നിയന്ത്രിച്ചുകൊണ്ട് എഡിസൺ അവിടെ കൂടിയവരോട് പറഞ്ഞു, ഇനി ഇത് വീണ്ടും നിർമ്മിക്കാൻ 24 മണിക്കൂറെങ്കിലും വേണ്ടിവരും. അതിനാൽ നാളെ ഇതേ സമയത്താകാം പ്രദർശനം. എന്നിട്ട് അദ്ദേഹം പരീക്ഷണശാലയിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം അതേ സമയം എല്ലാവരും എത്തിച്ചേർന്നു. എഡിസൺ ബൾബുമായി അവർക്ക് മുന്നിലെത്തി. അദ്ദേഹം ചുറ്റും നോക്കി. തൻ്റെ സഹായിയെ അവിടെ എങ്ങും കാണാനില്ല. അതാ ദൂരെ മാറി നിൽക്കുന്നു. അദ്ദേഹം അയാളെ അരികിലേക്ക് വിളിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കെ ആ ബൾബ് തൻ്റെ സഹായിയെ തന്നെ ഏൽപ്പിച്ച ശേഷം വേണ്ട ഒരുക്കങ്ങൾ നടത്തി വിജയകരമായി പ്രദർശിപ്പിച്ചു, അവതരിപ്പിച്ചു. അതിനുശേഷം ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നും അയാളുടെ കയ്യിലേക്ക് ഇത് നൽകുവാൻ, ഈ ബൾബ് നൽകുവാൻ അങ്ങേക്ക് എങ്ങനെ ധൈര്യം വന്നു? അതിന് മറുപടിയായി എഡിസൺ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ഇത് തകർന്നാലും 24 മണിക്കൂർ കൊണ്ട് എനിക്കിത് വീണ്ടും നിർമ്മിക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടമായാൽ 24 വർഷമെടുത്താൽ ചിലപ്പോൾ തിരികെ നൽകാൻ സാധിച്ചെന്ന് വരില്ല. എഡിസൺ അറിയാം, അയാൾക്ക് ആത്മവിശ്വാസം തിരികെ കിട്ടിയില്ലെങ്കിൽ ഒരു നല്ല സഹായി എന്ന നിലയിൽ അയാൾക്ക് ശോഭിക്കാൻ കഴിയില്ല എന്ന്. കുട്ടികളെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിൽ തെറ്റുകളോ പാളിച്ചകളോ വന്നാൽ പിന്നെ ക്ലാസ് റൂമിൽ പോലും അത് വീണ്ടും ചെയ്യാൻ നമ്മൾ മടിക്കും. നമ്മുടെ പല കഴിവുകളും നമ്മളിൽ തന്നെ ഒതുങ്ങിപ്പോകും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ പ്രായമുള്ളവർ പാട്ട് പാടുന്നതും നൃത്തം ചെയ്യുന്നതൊക്കെ. ശരിയായ സമയത്ത് അത് അവതരിപ്പിച്ച് വളർന്നു വരാൻ അവർക്ക് അവസരം ലഭിക്കാത്തത് കൊണ്ടാണത്. കുട്ടികളെ, നിങ്ങളുടെ ശരിയായ അവസരം ഇപ്പോഴാണ്. പഠനത്തോടൊപ്പം നമ്മുടെ മറ്റു കഴിവുകളും കണ്ടെത്തി ആത്മവിശ്വാസത്തോടെ പെർഫോം ചെയ്ത് മുന്നേറുക. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.